പി കെ ഗോപൻ, ഈ ചർച്ചയിൽ ഇപ്പോൾ ജയകുമാർ സാറിന്റെ ക്രെഡൻഷ്യൽസ്, അദ്ദേഹത്തിന്റെ സംശുദ്ധിയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ വ്യക്തി വൈശിഷ്ട്യങ്ങളെക്കുറിച്ച് ആർക്കും ഒരു സംശയമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ അവിടെ നടന്നിട്ടുള്ള ശബരിമലയിലെ സ്വർണ്ണ കവർച്ച എന്നത് ഇറ്റ് വാസ് എ തെഫ്റ്റ് ബൈ പോളിസി, അതൊരു നയപരമായി നടത്തിയ കൊള്ളയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോർഡും അതിൻ്റെ ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിൽ ഭാഗമായിട്ടുണ്ട്, ബോർഡിന് അതിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ജയകുമാർ സാറിന് എന്ത് മാറ്റമാണ് വരുത്താൻ കഴിയുക, എങ്ങനെ ആ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ BJP പ്രതിനിധി പറഞ്ഞത് ഈ അന്വേഷണം കൊണ്ട് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല, കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്ന് പരിശോധിക്കുമ്പോൾ എല്ലാ കാലത്തുമുള്ള ശബരിമലയിലെ ഈ കൊള്ളയെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്ന്. ഡോക്ടർ ജിൻഡോയും ഇപ്പോഴത്തെ അന്വേഷണത്തിലൂടെ ഈ വരാനിരിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഡോക്ടർ പി കെ ഗോപൻ, താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? ഇതിൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്യുമ്പോഴോ അതേ പോയിന്റ്സ് തന്നെയാണ് ബഹുമാന്യ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നത്. അപ്പോഴെല്ലാം ഇതിൽ ക്ലാരിറ്റി ഉണ്ടായിട്ടുള്ളതാണ്. ഒന്ന്, ശ്രീ ഗോപികൃഷ്ണൻ തന്നെ വ്യക്തമാക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം SITയുടെ അന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് തൃപ്തിയില്ലാത്തത്? അത് ഇവർ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ഇവരാദ്യം ആക്ഷേപിച്ചത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പേറോളിലുള്ളവർ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങും എത്തത്തില്ല, ഇത് ദുർബലമായി പോകും അന്വേഷണത്തിൻ്റെ പാതകൾ. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ഇത് ശക്തമായി വരുന്നതല്ലേ നമ്മൾ കാണുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ഒരു തരത്തിലും ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. മാത്രമല്ല, ഈ SITയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അവരുടെ മേലുദ്യോഗസ്ഥന്മാരുമായി ഈ കേസ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിക്കകത്ത് വരുന്ന മറ്റാളുകളുമായി അവർ ഡിസ്കസ് ചെയ്യുന്നില്ല. അവരുടെ മുഴുവൻ കമ്മിറ്റ്മെൻറ്റ്, അവരുടെ മുഴുവൻ പ്രതിജ്ഞാബദ്ധത ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് മാത്രമാണ്. അതിന് പൂർണ്ണമായിട്ടും അവരെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കഘട്ടത്തിൽ കോടതിയോട് ആവശ്യപ്പെട്ടത് ഏതു വിധത്തിലുള്ള അന്വേഷണവും നടത്താൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാണ് എന്നാണ്. സംസ്ഥാന ഗവൺമെൻറ് ഇതിൽ CBI വരണമെന്ന് ബഹുമാനപ്പെട്ട BJP സുഹൃത്തുക്കളും കോൺഗ്രസ് സുഹൃത്തുക്കളും ഒരുപോലെ ആഗ്രഹിക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് CBIയെ എന്തെല്ലാം തരത്തിലുള്ള ആരോപണത്തിന് വിധേയമായിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ച് അതും ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏജൻസിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസിയാണ്. BJP അതിനുവേണ്ടി വാദിച്ചാൽ നമുക്കൊരു പരിധിവരെ മനസ്സിലാവും കാര്യം, കാരണം അവരുടെ ഏജൻസി എന്നുള്ള തരത്തിൽ. കോൺഗ്രസ് എന്തുകൊണ്ടാണ് CBI ഏജൻസിക്ക് വേണ്ടി പരക്കം പായുന്നത് എന്നുള്ളത് വ്യക്തമാക്കേണ്ട കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ ഇതിനേക്കാൾ ഗൗരവതരമായ, ഇത് ഗൗരവതരമല്ലെന്നുള്ളതല്ല, ഒരു പക്ഷേ വേണമെങ്കിൽ ഞാൻ ഇത് തന്നെ ഗൗരവതരമെന്ന് സംഭവിക്കാം, ഇനി അതിൻ്റെ ആ വാക്കിൽ പിടിക്കണ്ട. പക്ഷേ വലിയ സ്വർണ്ണക്കള്ളക്കടത്ത് എന്നുള്ള തരത്തിൽ വലിയ ചർച്ച വന്നല്ലോ നമ്മുടെ കേരളത്തിൽ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട്. എവിടെയാണ് ആ സ്വർണം എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കേന്ദ്ര ഏജൻസിക്ക് കഴിഞ്ഞോ ശ്രീ ഗോപികൃഷ്ണ? ഒരു പവന്റെ സ്വർണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? എന്തോ ഒരു ആക്ഷേപമായിരുന്നു. നിങ്ങളുടെ ചാനൽ തന്നെ 150 തവണ അത് ചർച്ച ചെയ്തല്ലോ. ഇപ്പോൾ എവിടെത്തി നിൽക്കുന്നു അതിൻ്റെ അന്വേഷണം? ഈന്തപ്പഴത്തിൽ, ഖുറാനിൽ, ബിരിയാണി ചെമ്പിൽ, ഇതിലെല്ലാം സ്വർണമെന്നും പറഞ്ഞ് ഈ കേരളീയ മനസ്സുകളെ എത്രമാത്രം കലുഷിതമാക്കി. എന്നിട്ട് ഈ ആക്ഷേപം ഉന്നയിച്ചവർ തന്നെയല്ലേ അന്വേഷണം ഏറ്റെടുത്തത്? ഏതെങ്കിലും വിധത്തിൽ ആ അന്വേഷണത്തിൻ്റെ വ്യക്തത ഒന്നുണ്ടാക്കി കേരളീയർക്ക് കൊടുത്തിട്ട് പോരെ അടുത്ത സ്വർണത്തിൽ CBI പിടിക്കാൻ വരുന്നത്? അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇവർക്ക് വിശ്വാസമില്ല, SITയെ വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തതല്ല കാരണം ഇവരുന്നയിക്കുന്നത് ഈ കൃത്യമായി നടക്കുന്ന അന്വേഷണത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഇവർക്ക് വേണ്ടുന്നത് മറ്റ് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്, വിശ്വാസമല്ല. ശബരിമലയെ സുവർണാവസരത്തിന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്ത് വിശ്വാസ പ്രശ്നം അവിടെ ഉള്ളത്? രണ്ടാമത്തെ പ്രശ്നം, വിശ്വാസികളെ ശബരിമലയിൽ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ഈ വിശ്വാസികളെന്ന് പറയുമ്പോൾ ശ്രീ ഗോപികൃഷ്ണ, ശ്രീനാരായണ ഗുരു വിഗ്രഹത്തിൽ തൊഴുന്നത് നിങ്ങൾക്ക് തെളിവുള്ള കാര്യമാണോ? ചട്ടമ്പി സ്വാമികൾ വിഗ്രഹവിശ്വാസിയാണോ? സാക്ഷാൽ വിവേകാനന്ദൻ വിഗ്രഹവിശ്വാസിയാണോ? ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിഗ്രഹവിശ്വാസിയാണോ? എന്തിന് നമ്മുടെ മഹാത്മജി അദ്ദേഹം ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി വിഗ്രഹത്തിന്റെ മുമ്പിൽ തൊഴുന്നത് കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പ്രാർത്ഥിക്കാൻ അമ്പലങ്ങളിലല്ല പോയത്. അദ്ദേഹത്തിന്റെ യോഗങ്ങൾ, പ്രാർത്ഥനാ യോഗങ്ങൾ മാറ്റുകയാണ് ചെയ്തത്. വിശ്വാസി എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഇടപെടുന്നതിൽ താങ്കൾ ക്ഷമിക്കണം. അതായത് ഇതിലെ പ്രശ്നം എന്താണ് ഡോക്ടർ പി കെ ഗോപൻ? ഈ ശബരിമലയിലെ ക്ഷേത്രഭരണം സംബന്ധിച്ചൊരു കേന്ദ്ര നിയമം വരാൻ പോകുന്നു എന്നൊരു സൂചന
കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ കാര്യം താങ്കൾക്കറിയാമല്ലോ. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ ഭരണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു കേന്ദ്ര സർക്കാരിന് കൂടി പ്രാധാന്യമുള്ള ട്രസ്റ്റുകൾ രൂപീകരിക്കും, അത്തരത്തിലൊരു നിയമത്തെക്കുറിച്ച് ആലോചനയുണ്ട് എന്നുള്ള വിവരങ്ങളും സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ BJPയും ആസൂത്രണം ചെയ്യുന്നുണ്ടാവുക. അല്ല, BJP ആസൂത്രണം ചെയ്യും. ശ്രീ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റിനെ കേരളം ഗൗരവമായിട്ട് എടുക്കാറില്ല. ശ്രീ ഗോപീക്ഷ, അത് ഒരു ഗൗരവത്തിലുള്ള ഒരു പ്രശ്നമായിട്ട്, കാരണം അദ്ദേഹം പലപ്പോഴും അങ്ങനെയുള്ള സംസാരം നടത്തുന്ന ആളല്ല. രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് യാതൊരു ധാരണയില്ലാതെയും പല അപകടങ്ങളും വിളിച്ചു പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള തരത്തിലുള്ള സ്വഭാവമുള്ള ഒരാളാണ്. അതിലേക്ക് ഞാൻ ചർച്ചയ്ക്ക് പോകുന്നില്ല. അത് വേണ്ട. ഞാൻ ചോദിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ അന്വേഷിക്കാൻ വരണമെന്ന് ജനങ്ങളുടെ ഒരു അഭിപ്രായം എന്ന നിലയിൽ കൊണ്ടുവരാനുള്ള ഒപ്പുശേഖരണത്തിനൊക്കെ BJP തുടക്കമിടാൻ പോകുന്നു എന്നുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ അതൊരു സമ്മർദ്ദമായി ഉയർത്തിക്കൊണ്ടുവരാൻ, അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ കൂടി വരും. അപ്പോൾ ഇനി പത്മകുമാർ കൂടി അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സർക്കാരിനും CPM-നൊക്കെ എങ്ങനെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുമെന്ന കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ശബരിമല സ്ത്രീ പ്രശ്ന സമയത്തും കേന്ദ്ര ഗവൺമെന്റ് ഇതുപോലെ നിയമത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ശ്രീ ഗോപികൃഷ്ണ. അതല്ലേ NSS ചൂണ്ടിക്കാണിച്ചത്. കാരണം അവർക്ക് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ശബരിമല സ്ത്രീ പ്രശ്നത്തിൽ RSSന്റെയും BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം ഇപ്പോഴും ഈ നിമിഷവും അവരുടെ ദേശീയ നേതൃത്വം ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണമെന്നാണ്, പ്രായഭേദമന്യേ സ്ത്രീകൾ പ്രവേശിക്കണമെന്നാണ് RSSന്റെ ദേശീയ നേതൃത്വം പറയുന്നത്. അവർ പിന്നെ വേണമെങ്കിൽ ഒരു അഡീഷൻ വാക്ക് പറയും, കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം ഒന്ന് വേണമെങ്കിൽ അവർ ചിലപ്പോൾ കൂട്ടിച്ചേർക്കും. അത് കേരളത്തിൽ വരുമ്പോൾ മാത്രമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നാളെ ഒരു ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റ് എടുക്കൂ ബഹുമാന്യനായ മോഹൻ ഭാഗവത്തിന്റെ. അദ്ദേഹത്തോട് ചോദിക്കൂ, ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിനോ അല്ലെങ്കിൽ അത്തരം ആചാരങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു നോക്കൂ. അപ്പോൾ RSSന്റെ ദേശീയ നേതൃത്വം, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒന്നും ഇതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ സ്വഭാവം അതാണ്. പക്ഷെ കേരളത്തിൽ അവർ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അന്ന് അവർ പറഞ്ഞത് ശബരിമലയിൽ പ്രത്യേക നിയമം ഉണ്ടാക്കും കേന്ദ്ര ഗവൺമെന്റ്. ഇത് വെറുതെയുള്ള നിയമമല്ല ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. നേരത്തെ ശ്രീ രാഹുൽ ചൂണ്ടിക്കാണിച്ചതുപോലെ 2 നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു പ്രശ്നത്തെ വികസിച്ച് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമുക്ക് പര്യാപ്തമായ ഒരു നിയമത്തിലേക്ക് അത് കൊണ്ടുവരികയും, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, വിശ്വാസികൾ അവിടെ ഭരണത്തിന്റെ ചുമതല, കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ ഇരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള വിശ്വാസ സമൂഹത്തെ മാത്രമേ അവിടെ ഭരണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഏൽപ്പിച്ചത് കേരളത്തിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉയർന്നു വന്നപ്പോൾ ഏറ്റവും സ്വീകാര്യനായ ഒരാളെ കൊടുത്തപ്പോഴും നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം വിശ്വാസികളെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ സമൂഹം പൂർണ്ണ തൃപ്തിയുള്ള വിശ്വാസികളെ ഏൽപ്പിച്ചിട്ടും ഇവർക്ക് തൃപ്തരാകാതെ വരുന്നതിന്റെ കാരണം എന്താ? അപ്പൊ വിശ്വാസികളെ ഏൽപ്പിക്കുക എന്നുള്ളതല്ല പ്രശ്നം പൊളിറ്റിക്സ് ആണ്. കമ്മ്യൂണിസ്റ്റുകാർ അവിടെ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് അതിന്റെ വികാസത്തിന് വേണ്ടി വലിയ തോതിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും അവിടുത്തെ മണ്ഡലകാലത്ത് ഒരു പ്രയാസമില്ലാതെ അതിനെ നടത്തിക്കൊണ്ടു പോവുകയും അവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ ഊന്നൽ കൊടുക്കുകയും ചെയ്തപ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്കും അബദ്ധമോ അല്ലെങ്കിൽ അവർ തെറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയും ശിക്ഷിക്കണം. അതുകൊണ്ട് ഗവൺമെന്റ് ഈ കേസ് അന്വേഷണത്തിൽ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും നല്ല ഉദ്യോഗസ്ഥരെ നോക്കി അതിലേക്ക് നിയമിക്കുകയും ചെയ്യുന്നു. അത് ഞങ്ങളുടെ അക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയുടെ തെളിവായിട്ടാണ് ഞങ്ങൾ പുതിയൊരു ടീമിനെ കൊടുത്തപ്പോൾ അതിൽ രാഷ്ട്രീയ നേതൃത്വത്തെ ഒഴിവാക്കിക്കൊണ്ട് ജയകുമാറിനെ പൊളിറ്റിക്കൽ നോമിനി എന്നുള്ളതാണ് ഇപ്പോഴും പറയുന്നത്. ജയകുമാർ സാർ പൊളിറ്റിക്കൽ നോമിനിയുടെ ഭാഗമല്ല. അദ്ദേഹം ശബരിമല ക്ഷേത്രത്തിൽ നേരത്തെയും ചുമതല വഹിക്കുകയും ഇക്കാര്യത്തിൽ നല്ല ധാരണയുള്ള ആളുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അതായത് ഹൈക്കോടതിയുടെ ഡോക്ടർ പി കെ ഗോപൻ, അതായത് ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘത്തിന് ഞങ്ങൾ പിന്തുണ നൽകുന്നു, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു എന്നത് ഒരു വലിയ കാര്യമായി താങ്കൾക്ക് അവതരിപ്പിക്കുന്നതിൽ കൂടിയാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഇത്ര വലിയ പിഴവും പ്രശ്നങ്ങളും ഒക്കെ കണ്ടെത്തുന്നത് ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട ഇക്കാലത്ത് 2025 നടന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ വരുമ്പോഴാണ്. സർക്കാരിന്റെ ഒരു സംവിധാനത്തിനും ഈ പോരായ്മകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 1. 2, ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംഘമാണ്. അതിന് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിൽ എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്നു, എന്തുകൊണ്ടാണ് അവരുടെ ഏറ്റവും നല്ല ക്രെഡൻഷ്യൽസ് ഉള്ള ആളുകളെ എന്തുകൊണ്ടാണ് ഏൽപ്പിക്കുന്നത്, അതുകൊണ്ട് എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഒരു കാര്യത്തിലും സർക്കാരിന് ഒരു അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും തരത്തിലൊരു ക്രെഡിറ്റ് എടുക്കാൻ കഴിയില്ല.
ഡോക്ടർ പി കെ ഗോപൻ വസ്തുതകളാണ് പറയുന്നതെങ്കിൽ? ശരിയല്ല ശ്രീ ഗോപികൃഷ്ണൻ. കാരണം SIT ഉണ്ടാകുന്നതിന് മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് വിജിലൻസ് പോയി ദ്വാരപാലക പീഠ പൊക്കിക്കൊണ്ട് വന്നത്. അത് ഈ SIT വരുന്നതിന് മുമ്പാണ്. സംസ്ഥാന ഗവൺമെൻറ് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഏറ്റവും സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഏർപ്പാട് ചെയ്ത് ഇത് അന്വേഷിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ കോടതിയുടെ പരിഗണനയിൽ വന്നു. അപ്പം തന്നെ നമ്മൾ കോടതി പറഞ്ഞു, ഞങ്ങൾ 3 നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ വെച്ചു. CBI എന്ന് പറയുന്ന ആശയം പോലും ഞങ്ങൾ പറഞ്ഞത്, അത് പത്രക്കാരും മറ്റുള്ളവരും ഒക്കെ ഞങ്ങളുടെ മുമ്പിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് CBIയിൽ വിശ്വാസമില്ല, CBI സത്യസന്ധരായി അന്വേഷിക്കില്ല. എങ്കിൽ പോലും ഈ കേസിൽ, ശബരിമല കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി CBI വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിനും ഞങ്ങൾ സർവാത്മന പിന്തുണ കൊടുക്കും എന്ന് പറയുകയാണ്. പക്ഷേ CBIയുടെ കാര്യത്തിൽ കോടതി തീരുമാനം എടുത്തില്ല. ഇവരെല്ലാം CBI വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും കോടതി പറഞ്ഞത് CBIയേക്കാൾ ഞങ്ങൾക്ക് വിശ്വാസം ഞങ്ങളുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ പറ്റുന്ന ട്രാക്ക് റെക്കോർഡ് കറക്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ മതി. ആ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം ശരിയായിരുന്നു. ആ SIT ഇപ്പം അന്വേഷിച്ചിട്ട് ഇവർ പറഞ്ഞു മൾട്ടി സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇവർ ഹൈദരാബാദിൽ പോയി, മൈസൂരിൽ പോയി, ഇവർ ചെന്നൈ പോയി, ഇവർ ബാംഗ്ലൂർ പോയി, അവിടുന്ന് എല്ലാം ഈ തെളിവുകൾ എടുത്തുകൊണ്ടിരിക്കുക, അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നു ഇത് 98 മുതലുള്ള എൻക്വയറിയിലേക്ക് വരണമെന്ന് പറയുന്നു. BJPക്ക് അതിൽ വിരോധം വരില്ല. പക്ഷെ 98 മുതലുള്ള എൻക്വയറിക്ക് കോൺഗ്രസ് താല്പര്യമില്ല. 98 ഈ നടക്കാൻ പോകുന്നത് എന്താ? അവിടെ ഈ പാളികൾ ഇളക്കി അന്വേഷിക്കുമ്പോൾ ഞാൻ ഈ ചർച്ചകളുടെ തുടക്കകാലം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. 98 സ്ഥാപിച്ച പാളി 1998 സ്ഥാപിച്ച പാളി 2019 18 കുറവ് വന്നത് എന്നത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും. അതിനിടയിൽ വെച്ച് ആ സ്വർണ്ണപ്പാളിക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാതെ വരുന്ന 5 or 6 കൊല്ലക്കാലത്തെ അന്വേഷണം മാത്രമായിട്ട് ഇത് എങ്ങും എത്തത്തില്ല. ഇത് 2019 മുതൽ 25 വരെയുള്ള 6 വർഷക്കാലത്തെ എൻക്വയറിയിൽ ഈ സ്വർണം കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്വർണം പോയത് കാര്യങ്ങൾ കൂടി പരിശോധനയിൽ വരുമ്പോഴാണ് ഇതിലെ യഥാർത്ഥ കാര്യങ്ങൾ വരുന്നത് എന്നാണ് താങ്കൾ പറയുന്നത്, ഡോക്ടർ പി കെ ഗോപൻ അല്ലേ? അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.